നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. കൊച്ചി എളമക്കരയിലെ വസതിയിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. വിജിത ചേരുന്നു വിവരങ്ങളുമായി. വിജിത, മോഹൻലാലിന്റെ പല അഭിമുഖങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ അമ്മയെ അടുത്തറിഞ്ഞതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജിത അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. എളമക്കരയിലാണ്. ഏറെക്കാലമായി തളർന്ന് കിടപ്പിലായിരുന്നു. ഇടയ്ക്കിടെ മോഹൻലാൽ കൊച്ചിയിൽ പല ആവശ്യങ്ങൾക്കായി എത്തുമ്പോൾ പോലും അമ്മയുടെ പക്കൽ പോകലുണ്ടായിരുന്നു. നമ്മൾ അത്തരത്തിലുള്ള നിരവധി വാർത്തകളൊക്കെ തന്നെ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. ഏറെക്കാലമായി ഒരു പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിൽ തന്നെയായിരുന്നു. 90 വയസ്സായിരുന്നു. അപ്പോൾ വിജിതയാണ് വിവരങ്ങളുമായി ചേരുക. അല്പസമയത്തിനുള്ളിൽ വിവരങ്ങളുമായി ചേരും. പത്തനംതിട്ടയിൽ ജനിച്ച മോഹൻലാൽ പിന്നീട് മുടവൻമുകളിലേക്ക് തിരുവനന്തപുരത്ത് ചെന്ന ആ കാലഘട്ടത്തിലൊക്കെ അമ്മ പിന്തുണയായി ഉണ്ടായിരുന്നു. വിജിത ചേരുന്നു വിവരങ്ങളുമായി. വിജിത, നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ മോഹൻലാലിൻ്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഏറ്റവും അടുത്ത് ഈ ശാന്തകുമാരി അമ്മയെ അടുത്തറിഞ്ഞിട്ടുള്ളത്. അത്രത്തോളം സ്നേഹവും വാത്സല്യവും ഒക്കെ തുളുമ്പുന്ന ചില വാക്കുകൾക്ക് മോഹൻലാലിൻ്റെ പക്കൽ നിന്നും അമ്മയെക്കുറിച്ച് നമ്മൾ കേട്ടതാണ്. എന്തൊക്കെയാണ് വിജിത വിവരങ്ങൾ? സംസ്കാരത്തിൻ്റെ ചടങ്ങുകൾ, നടപടികൾ എങ്ങനെ? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം മുൻപാണ് വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ മരിച്ചു എന്നുള്ള ഒരു വാർത്ത കുറച്ചു മുൻപാണ് പുറത്തു വരുന്നത്. എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. കുറച്ചു മുൻപ് ഡോക്ടർ വീട്ടിലെത്തി ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വാർദ്ധക്യ സംബന്ധമായ ഒരുപാടധികം അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. എളമക്കരയിലെ വീട്ടിൽ തന്നെയാണ് കുറെ കാലങ്ങളായിട്ട് ചികിത്സയെല്ലാം തന്നെ തുടർന്നിരുന്നത്. അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം പോയിരുന്നത്. അതുകൊണ്ട് തന്നെ വീടിനടുത്ത്, ആശുപത്രിക്ക് അടുത്ത് ഒരു വീടെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അമ്മ എളമക്കരയിലെ വീട്ടിലാണ് നിന്നിരുന്നത്. തുടർന്ന് ഇപ്പോൾ കുറച്ചു കാലം ഈ ചികിത്സ തുടരുന്നതിനിടയിലാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി അസുഖം കൂടുന്ന ഒരു കാര്യമുണ്ടായത്. എന്തായാലും അല്പസമയം മുൻപാണ് വിഷമകരമായിട്ടുള്ള ഈ ഒരു വാർത്ത വരുന്നത്. ഈ ഒരു സമയത്ത് മോഹൻലാലും കുടുംബവും എളമക്കരയിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാടധികം ഇന്റർവ്യൂകളിലൂടെയും അതോടൊപ്പം തന്നെ മോഹൻലാൽ എഴുതുന്ന പല ബ്ലോഗുകളിലൂടെയും ഒക്കെ അമ്മയോടുള്ള സ്നേഹം കൃത്യമായി നമുക്ക് ആരാധകർക്ക് അടക്കം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മോഹൻലാൽ അമ്മയെ കുറിച്ച് വാചാലമാവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ ഫാൽക്കെ പുരസ്കാരം അടക്കം കിട്ടിയ ആ ഒരു സമയത്ത് ആദ്യം അമ്മയുടെ അടുത്ത് എത്താൻ തിടുക്കം കാണിച്ചു പോയ മോഹൻലാലിനെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഒരു സന്തോഷം ആദ്യം അമ്മയുടെ അടുത്ത് തന്നെ പങ്കുവെക്കണം എന്ന് പറഞ്ഞ മോഹൻലാലിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഏതൊരു സന്തോഷകരമായ ഘട്ടത്തിലും, ജീവിതത്തിൽ വരുന്ന എല്ലാ സന്തോഷകരമായ ഘട്ടത്തിലും ആ ഒരു സന്തോഷം അമ്മയുമായി പങ്കുവെക്കുന്ന, അമ്മയെ ഓർത്തെടുക്കുന്ന, അമ്മയെ എല്ലാ സന്തോഷകരമായ കാര്യങ്ങളിലും അമ്മയെ കുറിച്ച് സംസാരിക്കുന്ന മോഹൻലാലിനെ നമ്മൾ എല്ലാവരും കാണുന്നതാണ്. അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും എത്രയൊക്കെ തിരക്കിലാണെങ്കിൽ പോലും പലപ്പോഴായി കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ കൂടിയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. അതോടൊപ്പം തന്നെ ഈ തിരക്കുകളുടെ ഇടയിലൊക്കെ വീട്ടിലേക്ക് ഓടിയെത്താനും അമ്മയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനും നോക്കാനും ഒക്കെ അതിലെല്ലാം ശ്രദ്ധ കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. പണ്ട് മോഹൻലാൽ എഴുതിയ ഒരു ബ്ലോഗിൽ ഇങ്ങനെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, ഈ കൊറോണ കാലത്താണ്, കോവിഡ് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ തനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളത്. പലപ്പോഴും ചെന്നൈയിലും അവിടെയും ഒക്കെ ആയി നിന്നതുകൊണ്ട് തന്നെ ലോക്ക്ഡൌണിന്റെ ഒരു സാഹചര്യം ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം കുറിച്ചത്. അത്രത്തോളം വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയെ എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും അമ്മയെ കുറിച്ച് സംസാരിക്കുകയും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുകയും കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായ അമ്മയുടെ പിറന്നാളിനടക്കം വലിയ രീതിയിൽ അത് ആഘോഷകരമാക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റുകളിലൂടെയും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, വിശ്വശാന്തി ഫൗണ്ടേഷൻ അടക്കം ഒരുപാടധികം സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ അടക്കം അച്ഛന്റെയും അമ്മയുടെയും പേര് ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും ഒരുപാടധികം നല്ല പ്രവർത്തനങ്ങളൊക്കെ ഫൗണ്ടേഷനിലൂടെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ സിനിമാ ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാടധികം കവിയൂർ പൊന്നമ്മ അടക്കമുള്ള KPC ലളിത അടക്കമുള്ള ആളുകൾ മോഹൻലാലിന്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ച് ആ ഒരു സ്നേഹബന്ധമൊക്കെ സംസാരിക്കുന്ന സമയത്തും അതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം അമ്മയും മോനും തമ്മിലുള്ള സ്നേഹബന്ധമൊക്കെ ശാന്തകുമാരി അമ്മയുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ മോഹൻലാൽ ഇന്റർവ്യൂകളിൽ അടക്കം പറയാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ലാലു എന്ന സ്നേഹത്തോടെയാണ് അമ്മ മകനെ വിളിക്കാറുള്ളത്. അക്കാര്യങ്ങളൊക്കെ അമ്മ പണ്ട് ഇന്റർവ്യൂ കൊടുത്ത സമയത്തും ലാലുവിനെ കുറിച്ച് ഒരുപാടധികം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, മോഹൻലാലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ ഒരു സ്നേഹം എപ്പോഴും അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ബന്ധം എപ്പോഴും
സന്തോഷത്തോടെ തന്നെ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ എത്ര തിരക്കുകളിലാണെങ്കിൽ പോലും അമ്മയുടെ അടുത്ത് ഓടിയെത്തിയിരുന്ന മോഹൻലാലിനെയാണ് നമ്മൾ എപ്പോഴും കണ്ടിരുന്നത്. എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ തന്നെയായിരിക്കും കടന്നു പോവുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകത്ത് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. നിലവിൽ ഈ ഡോക്ടർ വീട്ടിലെത്തിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വീട്ടിൽ മോഹൻലാലും സുചിത്രയും അദ്ദേഹത്തിന്റെ കുടുംബം അടക്കമുള്ള ആളുകൾ എളമക്കരയിലെ വീട്ടിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാളിദാസ്. ശരി വിജിത, മോഹൻലാലിൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു, വിട്ടുപോയിരിക്കുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മോഹൻലാലിനെ മലയാളികൾക്ക് അടുത്തറിയാം. മോഹൻലാൽ എന്ന മഹാപ്രതിഭയെ നമ്മൾ ഏറെ വാനോളം പുകഴ്ത്തിയതാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഫാൽക്കെ അവാർഡ് പുരസ്കാരം ലഭിച്ചപ്പോൾ പോലും മോഹൻലാൽ എത്രത്തോളം മലയാളത്തിന് വേണ്ടപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. ആ മോഹൻലാൽ എന്ന മഹാപ്രതിഭയെ മലയാളത്തിന് സമ്മാനിച്ച ശാന്തകുമാരി അമ്മ വിട വാങ്ങിയിരിക്കുന്നു. ഓർക്കുന്നു പണ്ട് ഇതുപോലെ ഒരു അഭിമുഖത്തിൽ ഈ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ പറയുന്ന ഒരു വാക്കുകൾ, ഒരു ചിത്രം കണ്ടപ്പോൾ അതിൽ ലാലിൻ്റെ പ്രകടനം കണ്ടപ്പോൾ കരഞ്ഞുപോയി, അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. അത്രത്തോളം വാത്സല്യം തുടങ്ങുന്ന വാക്കുകളൊക്കെ നമ്മൾ ഈ അമ്മയുടെ വാക്കുകൾ തന്നെ ഒരുപാട് വട്ടം നമ്മൾ കേട്ടതാണ്. അങ്ങനെ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ മരിച്ചിരിക്കുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. എറണാകുളത്ത് തന്നെയാണ്, കൊച്ചി എളമക്കരയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം. മോഹൻലാലും കുടുംബവും ഒക്കെ പക്കലുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. സംസ്കാരം നാളെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.